Hello everyone, welcome to my channel Computer Science Web. Our subject is Android programming and topic Android application structure. So ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ഫയൽ സ്ട്രക്ചർ ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So this our Android application contains different components like Java source code, string resource, image, manifest file, APK files, etc. So let's understand the project structure of Android application. സോ നമ്മളുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വരുമ്പോഴുള്ള സ്ക്രീനാണ് ഇത്. ആൻഡ് ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ്. അപ്പോൾ നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ കണ്ടോ പ്രോജക്റ്റ് എന്നുള്ളൊരു ടാബിൽ നമുക്കിതെല്ലാം ആക്സസ് ചെയ്യാം. ഈ കമ്പോണൻസ് എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ആൻഡ് മെയിൻലി രണ്ട് സെഷനാണുള്ളത്. ഫസ്റ്റ് വൺ ദിസ് ഫസ്റ്റ് വൺ ആണ് ആപ്പ് എന്നുള്ളൊരു സെക്ഷൻ. സെക്കൻഡ് വൺ ഗ്രേഡിൽ സ്ക്രിപ്റ്റ്സ്. ഈ രണ്ട് സെക്ഷനാണ് മെയിൻ ആയിട്ടുള്ളത്. then ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കണ്ടോ ഈ ആപ്പിൻ്റെ സബ്ബായിട്ടാണ് ഇത്രയും വരുന്നത്. ആൻഡ് അതുപോലെ ഗ്രേഡിൽ സ്ക്രിപ്റ്റിൻ്റെ സബ്ബായിട്ടാണ് ഇത്രയും വരുന്നത്. സോ ഇതിൽ മെയിൻ നമ്മളൊരു 10 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പോണൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് നമുക്ക് നോക്കാം. സോ മൊഡ്യൂൾ, the important modules. Actually, what is a module? A module means it's a collection of source file and build settings that allow to divide the project into discrete units of functionality. So, the entire project we are going to divide the project into different modules. So they are the collection of source files and build settings that allow to divide the project into discrete units of functionality. So the first module is Android app module. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് സെക്ഷനാണ്, രണ്ട് മൊഡ്യൂളാണ് മെയിനായിട്ട് പറയാം നമ്മൾ. ഇത് ആപ്പും പിന്നെ ഗ്രേഡിൽ സ്ക്രിപ്റ്റും. സോ ആൻഡ്രോയിഡ് ആപ്പ് മൊഡ്യൂളിൻ്റെ അകത്ത് 3 കമ്പോണൻ്റ് ആണ് മെയിനായിട്ട് വരിക. ഫസ്റ്റ് വൺ ദിസ് മാനിഫെസ്റ്റ്, സെക്കൻഡ് വൺ ആണിത് ജാവ, ആൻഡ് തേർഡ് വൺ ഇവിടെ കാണാം RES മീൻസ് റിസോഴ്സസ്. സോ ആപ്പിൻ്റെ അകത്ത് 3 കമ്പോണൻ്റ് ആണ് മേജർ കമ്പോണൻസ്: മാനിഫെസ്റ്റ്, ജാവ ആൻഡ് റിസോഴ്സസ് RES. സോ ഈ മാനിഫെസ്റ്റിൻ്റെ ഉള്ളിൽ ആൻഡ്രോയിഡ് manifest.xml എന്നുള്ളൊരു ഫയലുണ്ട്. ദെൻ ജാവയുടെ ഉള്ളിലാണ് നമ്മളുടെ മെയിൻ ജാവ പ്രോഗ്രാം കിടക്കുന്നത്. ദെൻ റിസോഴ്സിനകത്ത് അഗെയിൻ 3 കമ്പോണൻസ് ഉണ്ട്: ഡ്രോവബിൾ, ലേഔട്ട്, മിപ്പ് മാപ്പ്, വാല്യൂസ്. 4 കമ്പോണൻ്റ് ഉണ്ട് കേട്ടോ. ഡ്രോവബിൾ, ലേഔട്ട്, മിപ്പ് മാപ്പ്, വാല്യൂസ്. ആൻഡ് ഈ വാല്യൂസിൽ അഗെയിൻ 3 കമ്പോണൻ്റ് കാണാം: color.xml, strings.xml, styles.xml. ലേഔട്ടിൻ്റെ അകത്ത് ആക്ടിവിറ്റി main.xml. അപ്പോൾ ഈ ഒരു ദെൻ ഗ്രേഡിൽ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് 2 എണ്ണം വരും: build.gradle ദെൻ build.gradle. 2 build.gradle കണ്ടില്ലേ? ഈ രണ്ടും ഇമ്പോർട്ടൻറ്റ് ഗ്രേഡിൽ സ്ക്രിപ്റ്റ് കമ്പോണൻസ്. അങ്ങനെ മൊത്തം നമ്മളൊരു 10 കമ്പോണൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഈ കമ്പോണൻസ്, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻസ്, എക്സെട്ര. So we have discussed what is a module and this Android app module. This app module provides a container for app source code, resource file, and app level settings like module level build file and the Android manifest file. അപ്പോൾ ഒരു മേജർ പാർട്ട് ഇവിടെ കിടക്കുന്നത് ഒരു ആൻഡ്രോയിഡ് പ്രോജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് കോഡ് എഴുതുന്നു. സോ അതിൻ്റെ മേജർ പാർട്ട് ഉള്ളത് ആപ്പ് മൊഡ്യൂളിലാണ്. ഈ ആപ്പ് മൊഡ്യൂളിൻ്റെ അകത്ത് ആപ്പിൻ്റെ സോഴ്സ് കോഡ് ഉണ്ടാവും, അതുപോലെ റിസോഴ്സ് ഫയൽസ് ഉണ്ടായിരിക്കും. ദെൻ മൊഡ്യൂൾ ലെവൽ ബിൽഡ് സെറ്റിങ്സ് ഒക്കെ നമ്മുടെ കമ്പൈലിംഗ് ബിൽഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ബിൽഡ് ചെയ്യാനുള്ള ബിൽഡ് ലെവൽ, മൊഡ്യൂൾ ലെവൽ ബിൽഡ് സെറ്റിങ്സ് കാണാം. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പാർട്ട് മാനിഫെസ്റ്റ് ഫയലാണ്. മാനിഫെസ്റ്റ് ഫയൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഫൗണ്ടേഷണൽ കമ്പോണൻസ് ഓഫ് ആൻഡ്രോയിഡിൽ ആൻഡ്രോയിഡ് manifest.xml പറഞ്ഞിട്ടുണ്ട്. സോ ദ മേജർ സബ്ഡിവിഷൻസ് ആർ: ഫസ്റ്റ് വൺ മാനിഫെസ്റ്റ്, സെക്കൻഡ് വൺ ജാവ, തേർഡ് വൺ റിസോഴ്സസ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ആൻഡ്രോയിഡ് ആപ്പ് മൊഡ്യൂൾ. ആപ്പ് മൊഡ്യൂളിൽ 3 പാർട്ടാണുള്ളത്: മാനിഫെസ്റ്റ്, ജാവ, റിസോഴ്സസ്. Android manifest.xml. So every project in Android includes a manifest file, which is Android manifest.xml. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ വരാട്ടോ. AMM ക്യാപിറ്റലാണ്, Android manifest.xml file. So every project in Android contains this manifest file and it is stored in the root directory of its project hierarchy. Project hierarchyയിലെ റൂട്ട് ഹയറാർക്കിയിൽ ടോപ്പിൽ തന്നെയാണ് ഈ മാനിഫെസ്റ്റ് ഫയൽ ഉണ്ടാവാൻ പോകുന്നത് കേട്ടോ. ആൻഡ് മാനിഫെസ്റ്റ് ഫയലിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്ട്രക്ചർ ആൻഡ് മെറ്റാഡാറ്റ ഓഫ് അവർ ആപ്ലിക്കേഷൻ, its component and its requirement.
നമ്മളുടെ ആപ്പിൻ്റെ പേരുണ്ടാവും, ആപ്പിനുള്ള പെർമിഷൻസ് ഉണ്ടായിരിക്കും. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ആൻഡ്രോയിഡ് പഠിച്ചു തുടങ്ങുന്ന ആൾക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇതിനകത്തും ബിയോണ്ട് ദാറ്റ് കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പെർമിഷൻസ് ഒക്കെ ചോദിക്കില്ലേ? മീഡിയ ആക്സസ് ചെയ്യാൻ, ക്യാമറ ആക്സസ് ചെയ്യാൻ, അങ്ങനെ ഓരോ പെർമിഷൻസ് ഒക്കെ ചോദിക്കില്ലേ? അപ്പോൾ ഈ പെർമിഷൻസ് എന്തൊക്കെ, ഈ ആപ്പിന് എന്തൊക്കെ പെർമിഷൻസ് വേണം എന്നൊക്കെ സെറ്റ് ചെയ്യുന്നത് മാനിഫെസ്റ്റ് ഫയലിലാണ്. സോ ദാറ്റ് മെറ്റാഡാറ്റ മീൻസ് ഡാറ്റ അബൌട്ട് ഡാറ്റ. അപ്പോൾ നമ്മളുടെ പ്രോജക്റ്റിനെ പറ്റിയിട്ടുള്ള, നമ്മുടെ ഈ ആപ്പിനെ പറ്റിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡാറ്റാസും മേജർ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ഫയലിലാണ്. സോ ഇറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ആൻഡ് മെറ്റാഡാറ്റ ഓഫ് അവർ ആപ്ലിക്കേഷൻ, its components and requirements. This file includes nodes for each of the activity. നമ്മളുടെ പ്രോജക്റ്റിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി, സർവീസ്, ഏതൊക്കെ കണ്ടന്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രോഡ്കാസ്റ്റ് റിസീവർ ഉണ്ടെങ്കിൽ അത്, ആൻഡ് ഇൻറ്റൻസ് ഉണ്ടെങ്കിൽ ഇൻറ്റൻറ്റ് ഫിൽറ്റേഴ്സ്, പെർമിഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് ഡിറ്റർമിൻസ് ഹൗ ദീസ് കമ്പോണൻസ് കോർഡിനേറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. So this is about this Android manifest.xml. This file is stored in the root directory of its project hierarchy, and it defines the structure and metadata of our application. The second one, the Java folder നമ്മൾ കണ്ടു. Java ഫോൾഡറിൻ്റെ അകത്താണ് contains the Java source code files. Java source code, നമ്മുടെ class files, source code files, Java files അതിനകത്ത് ഉണ്ടാവുക. These files are used as a controller for control UI. Layout file controller ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക. And it gets the data from the layout file, and after processing that data output will be shown in the UI layout. It works on the backend of an Android application. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, ഇപ്പം നമ്മൾ ഒരു C++ പ്രോഗ്രാം എഴുതും, ഒരു ജാവ പ്രോഗ്രാം എഴുതും, അങ്ങനെ ജാവയുടെ ആപ്ലെറ്റൊക്കെ ആയിട്ടാണ് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുക കേട്ടോ. ജാവയുടെ ആപ്ലെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെയാണ് ഇത് ഈ ആൻഡ്രോയിഡിനെ കമ്പയർ ചെയ്യാൻ പറ്റുക നമുക്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് 4th ജനറേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നൊക്കെ ആൻഡ്രോയിഡിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ. ആൻഡ്രോയിഡിൻ്റെ യൂസർ ഇൻ്റർഫേസ് 4th ജനറേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് വരിക. അപ്പോൾ അതിനകത്താണ് ഈ ആപ്ലെറ്റൊക്കെ വരുന്നത് 4th ജനറേഷനിലാണ്. സോ നമുക്കിപ്പോൾ ഒരു 2 നമ്പർ ആഡ് ചെയ്യണം. അതാണ് ആൻഡ്രോയിഡ് പ്രോഗ്രാം എന്ന് വിചാരിച്ചോളൂ. സിയിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് 2 നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയും, ആഡ് ചെയ്യാം, റിസൾട്ട് വരും. പക്ഷേ ആൻഡ്രോയിഡിൽ ഇപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് വേണം. ലൈക്ക് ഇതുപോലൊരു സ്ക്രീൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ സ്ക്രീനിൽ നമുക്ക് ആപ്ലെറ്റ് ആയാലും ഇങ്ങനെ തന്നെയല്ലേ, സ്ക്രീനിൽ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള എൻ്റർ നമ്പർ 1 നമ്പർ 2 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള കോൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ഉണ്ടാവും. ആൻഡ് സപ്പോസ് ഞാനിപ്പോൾ സെയിം ഇവിടെ തന്നെയാണ് റിസൾട്ട് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് റിസൾട്ട് ഇവിടെ വരാനുള്ള ഇവിടെ ഒരു കോൾ ഉണ്ടാവും. ഇപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. ഇവിടെ ഒരു കോൾ ഉണ്ടാവും. ഇതാണ് എൻ്റെ യൂസർ ഇൻ്റർഫേസ്. അപ്പം ഞാനിവിടെ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു 1, ഇവിടെ ഞാനൊരു നമ്പർ ടൈപ്പ് ചെയ്യുന്നു 2, ആൻഡ് ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 2 + 1 3 എന്നുള്ളത് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് എൻ്റെ ആൻഡ്രോയിഡ് പ്രോഗ്രാം. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ആദ്യം എനിക്ക് ഈ യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഈ വരച്ച ആ സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ സ്ക്രീൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് XML ഫയലായിട്ടാണ് ആ കോഡ് ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനിവിടെ ഡാറ്റാസൊക്കെ എൻ്റർ ചെയ്തു. ആൻഡ് ഞാൻ ബട്ടൺ പ്രസ് ചെയ്തു, അതായത് അഡീഷൻ എന്നുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്തു. ആൻഡ് ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് ഉണ്ട്. എന്തായാലും 2ഉം 1ഉം ആഡ് ചെയ്യണം. അതായത് ഇവിടെ കൊടുത്ത ഡാറ്റാസ്, ഈ കോളത്തിൽ കൊടുത്ത ഡാറ്റാസ് റീഡ് ചെയ്യണം, ആഫ്റ്റർ അത് ആഡ് ചെയ്യണം, അത് കഴിഞ്ഞാലോ ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ ഇത്രയും പ്രോസസ്സിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന ആളാണ് ജാവ. ഓക്കെ, നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു സ്ക്രീൻ കൊണ്ടുതരുന്നത് ആരാ? XML ആണ്. ഈ സ്ക്രീൻ നമുക്ക് കൊണ്ടുതരുന്നത്, യൂസർ ഇൻ്റർഫേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് XML ആണ്. ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ദ ഡാറ്റ, ദിസ് ജാവ ഗെറ്റ്സ് ദ ഡാറ്റ ഫ്രം ദ ലേഔട്ട് ഫയൽ. ഈ ലേഔട്ട് ഫയലിൽ നിന്ന് ഡാറ്റ എടുക്കണം. After processing, it processes its data, and after processing, the data output will be shown in this layout file. Okay, so it works on the backend of an Android application. അപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ ബാക്കെൻഡിലാണ് ജാവ വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിൽ നമുക്ക് എന്താ കാണുന്നത്? XML ആണ് കാണുന്നത്. ഡിസൈൻ ആണ് ഫ്രണ്ട് എൻഡിൽ കാണുക. ദെൻ അതിൻ്റെ ഡിസൈനിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യുന്നതും അതിൻ്റെ പ്രോസസ്സിങ്ങും റിസൾട്ട് കൊടുക്കുന്നതും അങ്ങനെ ബാക്കെൻഡിലുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഈ ജാവ ഫോൾഡറും അതിലുള്ള ജാവ ഫയലും. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. തേർഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് RES എന്ന് പറഞ്ഞ ഫോൾഡറാണ്. RES മീൻസ് റിസോഴ്സ് ഫോൾഡർ. That is the most important folder because it contains all the non-code sources. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ജാവ എന്ന് പറയുന്നതും മാനിഫെസ്റ്റ് എന്ന് പറയുന്നതൊക്കെ കോഡ് ഉണ്ടല്ലേ.
So this resource contains all the non-code sources like നോൺ കോഡ്സ് ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന് വേണ്ട നോൺ കോഡ് അല്ലാത്ത സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇമേജസ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലേ ഔട്ട് ഇല്ലേ, എക്സ് എം എൽ ലേ ഔട്ട് ഉണ്ടായിരിക്കും. ദെൻ യു ഐ ഉണ്ടായിരിക്കാം, സ്ട്രിങ്സ് ഉണ്ടായിരിക്കാം, കളർ, സ്റ്റൈൽ, അങ്ങനെ വേണ്ട എല്ലാ നോൺ കോഡ് സോഴ്സസും ഉണ്ടാവുന്നത് റിസ് എന്ന് പറഞ്ഞ RES എന്ന് പറഞ്ഞ ഫോൾഡറിനകത്താണ്. സോ റിസോഴ്സസ്, നമ്മളുടെ പ്രോജക്റ്റിന് വേണ്ട റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളല്ല റിസോഴ്സസ്. സോ റിസോഴ്സസ് ആണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, ദ മേജർ സബ്ഡിവിഷൻസ് ആർ drawable, layout, bitmap, values. സോ റിസോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് 4 സബ്ഡിവിഷനാണ് മെയിനായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ drawable, second one layout, third one bitmap, and fourth one values. Let's look each one in detail. First one is the drawable. Drawable folder contains resource type file. That means something that can be drawn. Drawable means something that can be drawn. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ആപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇമേജസും, നമുക്ക് ആപ്പിൽ കുറേ ഇമേജസൊക്കെ നമ്മൾ കാണാറില്ലേ, അപ്പോൾ ഓരോ ഇമേജസും നമ്മൾ ആദ്യം സേവ് ചെയ്യേണ്ടത് ഈ ഡ്രോവബിൾ ഫോൾഡറിലാണ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ദെൻ ഇവിടെ നിന്ന് വേണം ആക്സസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരു ആപ്പിൽ കാണുന്ന എല്ലാ ഇമേജസും, നമുക്കൊരു ആപ്പിൽ യൂസ് ചെയ്യേണ്ട എല്ലാ ഇമേജസും, ബാക്ക്ഗ്രൗണ്ട് ഇമേജസും, അങ്ങനെ എല്ലാ ഇമേജസും നമ്മൾ ആദ്യം ഈ ഡ്രോവബിൾ ഫോൾഡറിലാണ് കൊണ്ടുവന്ന് വെക്കുക. അവിടെ നിന്ന് വേണം ആക്സസ് ചെയ്യാൻ. സോ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഡ്രോവബിൾ ഫോൾഡർ. ആൻഡ് ദിസ് ഡ്രോവബിൾസ് മേ ടേക്ക് എ വെറൈറ്റി ഓഫ് ഫയൽസ്. ഈ ഡ്രോവബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന, നമ്മൾ ഈ JPG എന്നൊക്കെ പറയുന്ന പോലെ ഡ്രോവബിളിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന ഫയൽ ഫോമാറ്റ്സ് ഉണ്ടല്ലോ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോമാറ്റ്സ് ഉണ്ട്. ബിറ്റ് മാപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ബിറ്റ് മാപ്പ്. ബിറ്റ് മാപ്പ് എന്ന് പറയുന്നതിൽ PNG, JPG ഒക്കെ പെടും ബിറ്റ് മാപ്പ്. നെക്സ്റ്റ് വൺ ഇസ് നയൻ പാച്ച് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ദെൻ വെക്ടർ എന്ന് പറഞ്ഞൊരു ഫോമാറ്റ് ഉണ്ട്. ഷേപ്പ്, ലേയേഴ്സ്, സ്റ്റേറ്റ്, ലെവൽ ആൻഡ് സ്കെയിൽ. ദീസ് ആർ ദ ഫോംസ് ദാറ്റ് ദ ഡ്രോവബിൾസ് മേ ടേക്ക്. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ബിറ്റ് മാപ്പ്. നോർമലി ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, അതായത് സാധാരണ ഒരു പ്രോഗ്രാം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് ബിറ്റ് മാപ്പ് മോഡലിലാണ് യൂസ് ചെയ്യുക. അതായത് PNG യോ JPG യോ എന്തെങ്കിലുമായിട്ട് സേവ് ചെയ്യാണ് ചെയ്യുന്നത്. These are the other forms of this drawable images. Next, layout. Fourth one is the layout. It defines a visual structure for a user interface such as UI for an Android application. അപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അതായത് നമുക്ക് നമ്പർ എൻ്റർ ചെയ്യാനുള്ള, ഞാൻ 2 നമ്പർ ആഡ് ചെയ്തു, ബട്ടൺ പ്രസ് ചെയ്തു, റിസൾട്ട് അതിൽ വന്നു. അപ്പോൾ കണ്ട ആ ലേ ഔട്ട് ഉണ്ടല്ലോ, സോ ആ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഫോൾഡറാണ് ലേ ഔട്ട് ഫോൾഡർ. Okay, this layout folder defines the visual structure for a user interface, such as UI for an Android application. This folder stores layout files that are written in XML language. Okay, അപ്പോൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എഴുതണമെങ്കിൽ 2 ടൈപ്പായിട്ടാണ് നമ്മൾ ചെയ്യുക. ഒരെണ്ണം XML, 2 ഫയലാണ് ഉണ്ടാവുക. ഒരെണ്ണം XML ഫയലും ഒരെണ്ണം ജാവ ഫയലും. XML ഫയലിലാണ് യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവുന്നത്. ജാവ ഫയലിൽ അതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സിംഗ് ആണ് ഉണ്ടാവുന്നത്. So this XML file is stored in layout folder. Okay, so layout folder contains the layout files that are written in XML language, and these files defines the user interface. Fifth folder is bitmap. Bitmap എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹോമിലൊക്കെ യൂസ് ചെയ്യുന്ന ഐക്കൺസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺസ്, അങ്ങനെ ഐക്കൺസ് സ്റ്റോർ ചെയ്യാനുള്ള, സാധാരണ പിക്ചേഴ്സ് സ്റ്റോർ ചെയ്യുക ഡ്രോവബിളിലാണ്, പക്ഷേ ഐക്കൺസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പിക്ചേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് bitmap എന്നുള്ള ഫോൾഡറിലാണ്. It contains launcher.xml files to define icons which are used to show on the home screen. അപ്പോൾ ഹോം സ്ക്രീനിൽ ഷോ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺസ് സ്റ്റോർ ചെയ്യുന്നത് bitmapലാണ്. ആൻഡ് അത് launcher.xml എന്നുള്ളൊരു ഫയലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ. Last category, value. Values folder contains a number of XML files like, ഇപ്പോൾ വാല്യൂവിൻ്റെ അകത്ത് ഉണ്ടാവുന്നത് സ്ട്രിങ്സ്, ഡയമണ്ട്, കളർ, സ്റ്റൈൽ, അങ്ങനെ നമ്പർ ഓഫ് ടൈപ്സ് ഉണ്ടായിരിക്കും വാല്യൂ ഫോൾഡറിൻ്റെ അകത്ത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്, ആ ബട്ടണിൽ നമ്മൾ സബ്മിറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ആ സബ്മിറ്റ് എന്നുള്ളത് ഇറ്റ്സ് എ സ്ട്രിങ്. അപ്പോൾ നമുക്കത് ആ UI ഡിസ്പ്ലേ ചെയ്ത് വരുന്ന ഓരോ വേർഡും നമുക്കിങ്ങനെ സ്ട്രിങ്സ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ
അപ്പോൾ അതാണ് സ്ട്രിങ്. ഡൈമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈമെൻഷൻസ് ആണ്. നമുക്ക് യൂസ് ചെയ്യുന്ന ഡൈമെൻഷൻസ് ഒക്കെ ഓരോ പേരിൽ ഇവിടെ സേവ് ചെയ്ത് വെക്കാം. ദെൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റൈല്, അതെല്ലാമാണ് വാല്യൂ ഫോൾഡറിൽ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്നെണ്ണം നമ്മൾ പറയുന്നത് കളറും സ്ട്രിങ്ങും സ്റ്റൈലും. colors.xml, it contains color resources of the Android application. സോ ആൻഡ്രോയിഡ് ആപ്പിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് എല്ലാതും ഇവിടെ കൊടുക്കാം. Different color values are identified by a unique name that can be used in the Android application program. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളർ വാല്യൂസ് വെച്ചിട്ടുള്ള ഓരോ കളർ വാല്യൂവിന് ഒരു പെർട്ടിക്കുലർ നെയിം കൊടുക്കാം. അങ്ങനെ ആ നെയിം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന കളേഴ്സിനെ ഡിഫൈൻ ചെയ്യാനുള്ള സ്ഥലമാണ് ഈ colors.xml ഫയൽ. strings.xml ഫയൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ സ്ക്രീനിൽ യൂസർ ഇൻ്റർഫേസിൽ യൂസ് ചെയ്യുന്ന സ്ട്രിങ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് strings.xml. ഇറ്റ് കണ്ടെയ്ൻസ് string resources of the Android application. The different string value is identified by a unique name that can be used in the Android application program. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓരോ സ്ട്രിങ്ങും ഇവിടെ സ്റ്റോർ ചെയ്ത് ഒരു യുണീക്ക് നെയിമിൽ സ്റ്റോർ ചെയ്ത് ആ നെയിമാണ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം. ദിസ് ഫയൽ ഓൾസോ സ്റ്റോർ സ്ട്രിങ് അറേ ബൈ യൂസിങ് XML ലാംഗ്വേജ്. നോർമൽ സ്ട്രിങ് മാത്രമല്ല സ്ട്രിങ് അറേസും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് styles.xml, ലാസ്റ്റ് ഫയലാണ് styles.xml. The styles.xml file contains resources of the theme style in the Android application. സോ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന സ്റ്റൈലിങ്, തീം, ഇതല്ലാതെ സ്റ്റോർ ചെയ്യുന്നതാണ് styles.xml. ആൻഡ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഓരോ സ്ട്രിങ്, കളർ, സ്റ്റൈൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫയൽ സ്ട്രക്ചർ. ഫയൽ സ്ട്രക്ചറിൽ വരുന്ന കമ്പോണൻസ് ആൻഡ് അതിൻ്റെയൊക്കെ ജസ്റ്റ് ഫംഗ്ഷൻ, അത്രയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ദിസ് ഫയൽ ഇസ് റിട്ടൺ ഇൻ XML. ഇതും XML തന്നെയാണ് എഴുതുന്നത്, സ്റ്റൈൽസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പ് മൊഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ ആപ്പ് മൊഡ്യൂളിൻ്റെ അകത്ത് 3 പാർട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് ദ മാനിഫെസ്റ്റ്. അതിനകത്ത് ആൻഡ്രോയിഡ് manifest.xml ഫയൽ ഉണ്ട്. സെക്കൻഡ് വൺ ജാവ, നമ്മളുടെ മെയിൻ ക്ലാസ് ഫയൽ അതിനകത്ത് ഉണ്ടാവുന്നത്. ജാവ ഫയൽസൊക്കെ അതിലായിരിക്കും. പിന്നെ പറയുന്നത് ലേ ഔട്ടാണ്. ലേ ഔട്ടിൻ്റെ അകത്ത് layout.xml ഫയൽ ഉണ്ട്. യൂസർ ഇൻ്റർഫേസ് അവിടെയാണ് വരിക. ലേഔട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ളത് റിസോഴ്സ് ഫോൾഡറാണ്. കോഡ് അല്ലാത്ത എല്ലാ കാര്യങ്ങളും റിസോഴ്സ് ഫോൾഡറിൻ്റെ അകത്താണ് വരുന്നത്. ലൈക്ക് ഫസ്റ്റ് വൺ ഡ്രോവബിളിനകത്ത് നമ്മൾ ഇമേജസ് എല്ലാം കൊണ്ട് വെക്കാറുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ പറഞ്ഞത് എന്തായിരുന്നു, കളർ പറഞ്ഞു. കളറിനകത്ത് കളറല്ല, ഡ്രോവബിൾ കഴിഞ്ഞാൽ ലേഔട്ടാണ്. ലേഔട്ടിൻ്റെ അകത്താണ് യൂസർ ഇൻ്റർഫേസ് വരുന്നത്. XML ഇൻ്റർഫേസ് വരുന്നത് ലേഔട്ടിലാണ്. ലേഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ലേഔട്ട് മിപ്പ് മാപ്പ് പറഞ്ഞു. മിപ്പ് മാപ്പിൻ്റെ അകത്താണ് എല്ലാ ഐക്കൺസും, ഹോം പേജിൽ വരുന്ന ഐക്കൺസ് സ്റ്റോർ ചെയ്യുന്നത് മിപ്പ് മാപ്പിലാണ്. ലാസ്റ്റ് വണ്ണാണ് വാല്യൂസ്. വാല്യൂസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കളേഴ്സ് വരുന്നുണ്ട്, colors.xml ഫയൽ, കളേഴ്സ് ഡിഫൈൻ ചെയ്യാം. styles.xml ഉണ്ട്, അതുപോലെ strings.xml ഉണ്ട്. ദെൻ ഡൈമെൻഷൻസ് വരാം. അങ്ങനെ എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്യുന്ന, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന, വാല്യൂസ് പറയുന്ന സ്ഥലമാണ് വാല്യൂസ് എന്നുള്ള ഫോൾഡർ. അപ്പോൾ ഇത്രയാണ് ആപ്പിനകത്തുള്ളത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറിയാണ് Gradle scripts. So this is our 10th example, 10th component. Gradle script is a build system. It's an open source build system which is used to automate building, testing, deployment, etc. Build.gradle are scripts where one can automate the task. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാമിൽ, സി പ്രോഗ്രാം അങ്ങനെയൊക്കെ പറയുമ്പോൾ കമ്പൈൽ ചെയ്യാന്നുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, ആ കമ്പൈൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഇവിടെ Gradle scripts ചെയ്യുന്നത്. ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Every Android project needs a Gradle for generating an APK from .java and .xml files in the project. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, ഒരു ആൻഡ്രോയിഡ് പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് 2 പാർട്ട് ഉണ്ടായിരിക്കും. യൂസർ ഇൻ്റർഫേസിന് വേണ്ടി ഒരു XML ഫയലും ആൻഡ് അതിൻ്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടി ഒരു ജാവ ഫയലും. അപ്പോൾ ഈ .java എന്നുള്ളതും .xml എന്നുള്ള ഈ 2 പാർട്ടിനെ എടുത്ത് കമ്പൈൻ ചെയ്ത് നമുക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക, APK ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ .apk ഫയൽ ആയിട്ടാണ് വരിക. അപ്പോൾ ഇവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ഫോർ ജനറേറ്റിംഗ് ആൻ APK ഫയൽ. ദാറ്റ്സ് ദ മെയിൻ ഡ്യൂട്ടി ഓഫ് Gradle script. A Gradle takes all the source files, ജാവയും XML എടുക്കും, and apply appropriate tools. Example, converts the Java files into DEX files and compress all of them into a single file known as APK. That is actually used. Clear ആണല്ലോ?
ഇപ്പോൾ ജാവേനെയും XMLനെയും എടുത്ത് അതിൽ ജാവേനെ നോർമലി നമ്മൾ എന്താ ചെയ്യുക, ജാവ ഫയൽസിനെ ടെക്സ്റ്റ് ഫയൽസ് ആക്കണം, കമ്പൈൽ ചെയ്യണം, കൺവേർട്ട് ചെയ്യണം, കംപ്രസ് ചെയ്യണം, അങ്ങനെ ഫൈനലി ജനറേറ്റ്സ് എൻ APK. സോ വാട്ട് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദിസ് Gradle script എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Gradle script takes the .java and .xml files and convert them into an APK file. And mainly two types of Gradle scripts are there. First one, top level build. Build.gradle എന്നാണ് Gradle script പറയുന്നത് കേട്ടോ. ആ ഒരു ക്ലാസ്സിന് പറയുന്നത് Build.gradle. ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ടോപ്പ് ലെവൽ Build.gradle ഉണ്ട്, മൊഡ്യൂൾ ലെവൽ Build.gradle ഉണ്ട്. ടോപ്പ് ലെവൽ Build.gradle എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ദ റൂട്ട് പ്രോജക്റ്റ് ഡയറക്ടറി and its main function is to define the build configuration that will be applied to all the modules in the project. അപ്പോൾ ഈ പ്രോജക്റ്റിന് കോമൺ ആയിട്ട് പറയുന്നതാണ് ടോപ്പ് ലെവൽ Build.gradle എന്ന് പറയുന്നത്. ഇപ്പോൾ റൂട്ടിലാണ് ഉണ്ടാവുന്നത് മെയിൻ ബിൽഡ് കോൺഫിഗറേഷൻസ്. ടു ഡിഫൈൻ ദ ബിൽഡ് കോൺഫിഗറേഷൻസ് ദാറ്റ് വിൽ ബി അപ്ലൈ ടു ഓൾ ദ മൊഡ്യൂൾസ്. ദെൻ നെക്സ്റ്റ് എന്താ, മൊഡ്യൂൾ ലെവൽ Build.gradle ആണ്. സോ ഇത് പ്രോജക്റ്റ് മൊഡ്യൂൾ ഡയറക്ടറിയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഈ ഡിപ്പെൻഡൻസീസ്, എല്ലാ ഡിപ്പെൻഡൻസീസ് നമുക്കത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. STK നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന STK വേർഷൻ എന്താണ്, ഡിപ്പെൻഡൻസീസ് എന്താണ്, ഗ്രേഡിലിൻ്റെ വേർഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് Build.gradle. അപ്പോൾ ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫയൽ സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു design a new project. We are going to open a new project. Just a simple hello world application നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആൻഡ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ കമ്പോണൻസിനെയും കാണിച്ചു തരാം. ആപ്പ് മൊഡ്യൂളും Gradle സ്ക്രിപ്റ്റും എല്ലാ കമ്പോണൻസും നമുക്ക് കാണാം. ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം. നമുക്കൊരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ക്രീനാണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സെലക്ട് ആൻ ആക്ടിവിറ്റി. ഇതിൽ ഏത് ആക്ടിവിറ്റിയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ബേസിക് ആക്ടിവിറ്റി കണ്ടോ, ഇതുപോലത്തെ ഫോമിൽ വരും. ബോട്ടം നാവിഗേഷൻ, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് അതുപോലെ തന്നെ മേലെ നമുക്ക് കാണാം ഫോൺ ആൻഡ് ടാബ്ലറ്റ്, വെയർ OS, ആൻഡ്രോയിഡ് TV, ആൻഡ്രോയിഡ് തിങ്സ്, അങ്ങനെ പലതും ഉണ്ട്. ആൻഡ് നമ്മൾ ഫോൺ ആൻഡ് ടാബ്ലറ്റിൽ എപ്പോഴും ബേസിക് നോർമൽ പ്രോഗ്രാംസ് ചെയ്യാനായിട്ട് ആക്ടിവിറ്റി ആണ് സെലക്ട് ചെയ്യുക. ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നമുക്ക് വി ഹാവ് ടു ടൈപ്പ് ദ നെയിം ഓഫ് ദ ആപ്ലിക്കേഷൻ ആൻഡ് പാക്കേജ് നെയിം ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരനുസരിച്ച് ഓട്ടോമാറ്റിക്കലി വരും. ആൻഡ് ഇവിടെ സേവ് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലെ ലാംഗ്വേജ് ജാവയും കോട്ട്ലിനും ആണ് ലാംഗ്വേജ്. നമ്മൾ ജാവ ലാംഗ്വേജിലാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് മിനിമം SDK സെലക്ട് ചെയ്യാൻ പറ്റും. മിനിമം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റിൻ്റെ വേർഷനാണ് ഏതെടുക്കേണ്ടതെന്ന്. ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് 5.1 ലോലിപോപ്പ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് അതിനനുസരിച്ച് മാറ്റി മാറ്റി സെലക്ട് ചെയ്യാം, ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഞാൻ മിനിമം SDK സെലക്ട് ചെയ്തു. നമുക്ക് ഫിനിഷ് ചെയ്ക്കാം. ഇനി നമ്മളുടെ സെലക്ട് ചെയ്ത പ്രോജക്റ്റ് ഓപ്പൺ ആയിട്ട് വരണം. അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. ആൻഡ്രോയിഡ് ലോഡായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻഡ്രോയിഡ് ലോഡായി. ആൻഡ് ഇതാണ് ഹോം സ്ക്രീൻ വരുന്നത്. നമ്മൾ പറഞ്ഞ പാർട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ മെയിൻ പ്രോജക്റ്റിൻ്റെ ഫയൽ സ്ട്രക്ചർ രണ്ടെണ്ണം പറഞ്ഞ ആപ്പും ദെൻ Gradle സ്ക്രിപ്റ്റും ആണ്. ദെൻ ഈ ആപ്പിൽ നമുക്ക് 3 കാണാം: മാനിഫെസ്റ്റ്, ജാവ, റിസോഴ്സ്. ദെൻ മാനിഫെസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആൻഡ്രോയിഡ് manifest.xml ഉണ്ട്. നമുക്ക് ആ ഫയൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആൻഡ്രോയിഡ് manifest.xml ഫയൽ. Okay, so this is our Android manifest.xml file. The starting line will be ഇങ്ങനെ തന്നെയായിരിക്കും. ഈ സ്റ്റാർട്ടിംഗ് ലൈൻ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല കേട്ടോ. XML വേർഷൻ 1.0 എൻകോഡിംഗ് ഉണ്ടായിരിക്കും, UTF-8. ദെൻ ഇതുപോലെ തന്നെയായിരിക്കും. ദെൻ ഇതാണ് മാനിഫെസ്റ്റ് ഫയൽ ആണെന്ന് അറിയാനാണ്. ഓക്കെ, അപ്പോൾ ഇത് മാനിഫെസ്റ്റ്, ഈ ഒരു ടാഗാണ് മാനിഫെസ്റ്റ് ആണെന്ന് അറിയാൻ. XML ഫയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ HTML പോലെയൊക്കെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. XMLും ടാഗ് ബേസ്ഡ് ആയിരിക്കും. ഇപ്പോൾ മാനിഫെസ്റ്റ് ഫയൽ കണ്ടു. ദെൻ ഇതിനെ നമ്മൾ XML നെയിം സ്പേസ് എന്നാണ് പറയുക. XML NS Android HTTP schemas.android.com/apk/res/android.
അടുത്ത നെയിം സ്പേസ് ആണ്. ദെൻ പാക്കേജ്, നമ്മളത് ഈ ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പാക്കേജ് കണ്ടായിരുന്നു. com.example. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇവിടെ വരിക കേട്ടോ. മൈ ആപ്ലിക്കേഷൻ എന്നായിരുന്നു എൻ്റെ അതിൻ്റെ പേര്. ദെൻ ഇതാണ് റൂട്ട് ടാഗ് വരുന്നത്, ഫസ്റ്റ് ആപ്ലിക്കേഷൻ ടാഗ്. ദെൻ ഞാൻ പറഞ്ഞല്ലോ ബേസ് ആപ്ലിക്കേഷൻ്റെ സ്ട്രക്ചർ, മെറ്റാഡാറ്റ ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രക്ചറിൽ വരുന്നത്. ഐക്കൺ ഉണ്ട്, ലേബൽ യൂസ് ചെയ്യുന്നുണ്ട്, റൗണ്ട് ഐക്കൺ, അങ്ങനെ തീം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കാണാം. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു ആക്ടിവിറ്റി, അതായത് നമ്മളുടെ ഓരോ സ്ക്രീനുമാണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളുടെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആയ കാരണം ഒറ്റ സ്ക്രീനേ ഉള്ളൂ. അപ്പോൾ ആ ഒരൊറ്റ ആക്ടിവിറ്റി ഇതിനകത്ത് കാണുള്ളൂ, ആക്ടിവിറ്റി. ദെൻ ആൻഡ്രോയിഡ് നെയിം, അതിന് നെയിം കൊടുക്കാം. ദെൻ നമ്മൾ പറഞ്ഞില്ലേ ഇൻറ്റൻറ്റ്, ബ്രോഡ്കാസ്റ്റ് റിസീവർ, കണ്ടന്റ് പ്രൊവൈഡർ, എന്തൊക്കെ യൂസ് ചെയ്യണ്ടോ അതൊക്കെ ഇതിനകത്ത് വരും. പിന്നെ ഇതിനകത്ത് ഇൻറ്റൻറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി വരുന്നുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ഇൻറ്റൻറ്റ് ഫിൽറ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും കേട്ടോ. ഇപ്പം നോക്കിയാൽ മതി. അതായത് മെയിൻ ടാഗ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. അതിനകത്ത് ഇഷ്ടം പോലെ നമ്മൾ എത്ര ആക്ടിവിറ്റീസ് യൂസ് ചെയ്യണ്ടോ അതിനനുസരിച്ച് ആക്ടിവിറ്റി ടാഗ് വരും. ഓരോ ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. ആൻഡ് ഫൈനലി ഇതാ മാനിഫെസ്റ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ മാനിഫെസ്റ്റ് ഫയൽ. ഓക്കെ, അപ്പോൾ ആപ്പിൻ്റെ അകത്ത് മാനിഫെസ്റ്റ് കണ്ടു. ആൻഡ് നെക്സ്റ്റ് എന്താ, ജാവ. അടുത്ത കോഡാണ്, അടുത്ത ഫോൾഡറാണ് ജാവ. ആൻഡ് ജാവ ഫോൾഡറിൻ്റെ അകത്ത് 3 കാണാം നമുക്ക്. അതിൽ ഇതാണ് നമ്മളുടെ com.example.my application എന്നുള്ള ഫോൾഡറിൻ്റെ അകത്താണ് നമ്മളുടെ കാണാം. ബാക്കിയെല്ലാം നമ്മൾ മൊഡ്യൂൾ ലെവൽ ബിൽഡ് സെറ്റിംഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ, അതാണ് ഇതിനകത്ത് വരുന്നത്. ടെസ്റ്റ് ഫയൽസ് ഒക്കെയാണ് കേട്ടോ, അതൊന്നും നമ്മൾ നോക്കണ്ട, ഇതൊന്നും നമുക്ക് ചെയ്യാനുള്ളതല്ല. ഇതാ ഇതിനുള്ളിൽ വരുന്ന com.example.my application, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ മെയിൻ ആക്ടിവിറ്റി എന്ന് കാണുന്ന ഈ പോർഷനാണ് നമ്മളുടെ ജാവ കോഡ്. ഇതാ ഇവിടെ ഉണ്ട് ആ ജാവ കോഡ്. അപ്പോൾ ജാവ കോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കോഡ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. പാക്കേജ് വരുന്നുണ്ട്, ദെൻ ഇമ്പോർട്ട്, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ലൈബ്രറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഇത് ജാവ കോഡ് നമുക്കറിയാമല്ലോ. ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ്, പബ്ലിക് ക്ലാസ് മെയിൻ ആക്ടിവിറ്റി എക്സ്റ്റെൻസ് ആപ്പ് കോമ്പാക്ട് ആക്ടിവിറ്റി. ദെൻ നമുക്കിത് ഓവർ റൈഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ. പ്രൊട്ടക്റ്റഡ് വോയിഡ് ഓൺ ക്രിയേറ്റ് ബണ്ടിൽ സേവ്ഡ് ഇൻസ്റ്റൻസസ് സൂപ്പർ ഡോട്ട് ഓൺ ക്രിയേറ്റ് സേവ്ഡ് ഇൻസ്റ്റൻസസ്. ദ സെറ്റ്, ഈ ഒരു ലൈനാണ് ആക്ച്വലി ഇതിൽ വർക്ക് ആവുന്നത് കേട്ടോ. സെറ്റ് കണ്ടന്റ് വ്യൂ ഹാർ ഡോട്ട് ലേഔട്ട് ഡോട്ട് ആക്ടിവിറ്റി മെയിൻ. അതായത് നമ്മളുടെ ഡിസൈൻ ഇരിക്കുന്നത് അതിലൊരു ലേഔട്ട് ഫയലിലാണല്ലോ, ആ ലേഔട്ട് ഫയലിൻ്റെ പേരാണ് ആക്ടിവിറ്റി മെയിൻ. ഓക്കെ, ഈ ആക്ടിവിറ്റി മെയിനിലുള്ള ആ ഡിസൈനിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കേട്ടോ. സെറ്റ് കണ്ടന്റ് വ്യൂ എന്നുള്ള ഈ ഒരു ലൈൻ മാത്രമേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രോഗ്രാം ആയാലും ഈ ഇത്രയും ഡിഫോൾട്ട് ആയിരിക്കും. ഓക്കെ, ദെൻ ചേഞ്ചസ് ഒക്കെ വരുന്നത് ഈ ഒരു ബ്രേസസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതും അങ്ങനെ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളുടെ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ ഫയൽ. അപ്പോൾ ജാവ ഫോൾഡർ ക്ലിയർ ആയി. ഇനിയുള്ളത് എന്താ, RES ഫോൾഡർ, റിസോഴ്സ് ഫോൾഡർ ആണ്. റിസോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ ഡ്രോവബിൾ. ഡ്രോവബിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇമേജസ് ഒക്കെ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞല്ലോ. സോ ആ ഇമേജസ് ഒക്കെ XML ഫയൽസ് ഒക്കെ ആയിട്ടാണ് ഇരിക്കുക. ആ XML ഫയലാണിത്. നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു പെർട്ടിക്കുലർ ഇമേജിൻ്റെ ഇതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഇമേജസ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഡ്രോവബിൾ കഴിഞ്ഞു. ആൻഡ് ലേ ഔട്ട്. ഇനി ലേ ഔട്ടിൽ ആണ് ആക്ടിവിറ്റി മെയിൻ ഡോട്ട് XML, നമ്മളുടെ യൂസർ ഇൻ്റർഫേസ് വരുന്നത് ലേ ഔട്ടിലാണ്. അപ്പോൾ അത് നോക്കാം. ഇത് 2 പാർട്ട് ഉണ്ട് ഇവിടെ കാണാട്ടുണ്ട്. ഇതാണ് മെയിൻ ഡോട്ട് XML ഫയൽ, ഇതാണ് നമ്മളുടെ ലേ ഔട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ലേ ഔട്ട് ഈ കോഡ് ഫുൾ പഠിക്കുക എഴുതാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടഫാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ കണ്ടോ, ഡിസൈൻ കാണാം. ഞാൻ സ്പ്ലിറ്റ് എടുക്കാം, നമുക്ക് കോഡും ഡിസൈനും ഒരുമിച്ച് കാണാൻ പറ്റും, അതല്ലെങ്കിൽ ഡിസൈൻ കാണാം. സോ ഇതാണ് ഡിസൈൻ. സ്പ്ലിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ വരും. ഇവിടെ കോഡും ഇത് ഡിസൈനായിട്ട് വരും. ഞാനിപ്പോൾ ഡിസൈൻ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. സോ ഇവിടെ ഞാൻ ഹലോ വേൾഡ് എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. സിമ്പിൾ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ആണ്. അതായത് പ്രിന്റ് ചെയ്ത് വരുമ്പോൾ ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന് മാത്രം കാണാം. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ഒക്കെ കണ്ടില്ലേ ഇവിടെ ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ടെക്സ്റ്റ് വ്യൂ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടിടുക, അത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് വ്യൂ ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ബട്ടൺസ് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഇവിടെ എടുക്കുക, ബട്ടൺ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുക, ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. ആൻഡ് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക.
അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിന് നമുക്ക് ഒരുപാട് കോഡൊന്നും അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് ഡിസൈനിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു സിമ്പിൾ ഹലോ വേൾഡ് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിൾ ഹലോ വേൾഡ് ആപ്ലിക്കേഷനാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ്റെ കോഡ് കാണിക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ XMLൻ്റെ വേർഷൻ ഉണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഓക്കെ. അപ്പോൾ നമ്മളൊരു ലേ ഔട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം അതിനൊരു ലേ ഔട്ട് സെലക്ട് ചെയ്യണം. ഇവിടെ ഈ സെലക്ട് ചെയ്തിട്ടുള്ള കൺസ്ട്രെയിൻ ലേ ഔട്ടാണ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. നമുക്ക് ഒരുപാട് ലേ ഔട്ട്സ് അവൈലബിൾ ആണ്. റിലേറ്റീവ് ലേ ഔട്ട്, ടേബിൾ ലേ ഔട്ട്, ലീനിയർ ലേ ഔട്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി നമുക്ക് ലീനിയർ ലേ ഔട്ട് വേണമെങ്കിൽ എടുക്കാം, റിലേറ്റീവ് ലേ ഔട്ട് എടുക്കാം. ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് കൺസ്ട്രെയിൻ ലേ ഔട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ലേ ഔട്ട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയും ഈ കൺസ്ട്രെയിൻ ലേഔട്ടിന് വേണ്ട മിനിമം പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെയും. അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ലേഔട്ട് പറഞ്ഞാൽ ആ ലേഔട്ടിൻ്റെ ഉള്ളിലാണ് കമ്പോണൻസ് വരുന്നത്. നമുക്ക് ആകെ ഒരൊറ്റ കമ്പോണൻറ്റേ ഉള്ളൂ, അത് ടെക്സ്റ്റ് വ്യൂ ആണ്. ആ ഒരു ഹലോ വേൾഡ് എന്നുള്ളത് മാത്രം. അപ്പോൾ ആ ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ ടാഗാണിത്. ഈ ടെക്സ്റ്റ് വ്യൂവിൻ്റെ അകത്ത് നമ്മൾ ആ ടെക്സ്റ്റ് വ്യൂ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിടുമ്പോഴേക്കും ഇത്രയും കമ്പോണൻസ് അതിനകത്ത് വരും, പാരാമീറ്റേഴ്സ് വരും. നമ്മുടെ ലേ ഔട്ടിന് സ്പെസിഫിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് വരിക. ആൻഡ് അതാ ഈ ഒരു സംഭവം മാത്രമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഹലോ വേൾഡ്, ഇവിടെ എന്ത് നമ്മൾ കൊടുത്താലും അതാണ് ഡിസ്പ്ലേ വരിക. ഇവിടുത്തെ ഒരു സിമ്പിൾ പ്രോഗ്രാം ആൻഡ്രോയിഡ് ടെക്സ്റ്റ് ഈക്വൽ ടു ഹലോ വേൾഡ് ഇങ്ങനെയാണ് കൊടുക്കുക. ഓക്കെ. സോ ആ ലേ ഔട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ഡോട്ട് XMLലെ കണ്ടൻസ് വരുന്നത്. ഇനി അടുത്തത് എന്തായിരുന്നു? മിപ്പ് മാപ്പ്. മിപ്പ് മാപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഐക്കൺസ് ആണ് വരിക. ഹോം സ്ക്രീനിൽ വരുന്ന ഐക്കൺസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവിടെയാണ്. ഇത് കണ്ടോ, ഇതിലിപ്പോൾ ഇതിനകത്ത് കുറേ ഐക്കൺസ് ഒക്കെ കാണാം നമുക്ക്. ഈ ഐക്കൺസ് ഒക്കെ വലിയ സ്റ്റോർ ചെയ്തിട്ടുള്ള ഐക്കൺസ് ആണ്. അപ്പം മിപ്പ് മാപ്പിൽ വരുന്നത് ഐക്കൺസ് ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് വാല്യൂസ്. വാല്യൂസിൻ്റെ അകത്താണ് കളേഴ്സ് ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ട്, ദെൻ സ്റ്റൈൽസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ കളേഴ്സ്, സ്ട്രിങ്സ്, സ്റ്റൈൽസ്, ഡയമണ്ട്സ് ഒക്കെ ആയിരുന്നു ആദ്യം. ആൻഡ് ഇത് പുതിയ വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആണ്. സോ അതിനകത്ത് തീം എന്ന് പറഞ്ഞ ഒരു XML ഫയലും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. കളേഴ്സ് ഞാൻ കണ്ടു, കളർ ഇവിടെ ഇതിന് ഹെക്സാഡെസിമൽ കോഡ് വെച്ച് കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കളർ കോഡിനുള്ള കളർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ പേര് കൊടുത്തിട്ടുണ്ട്, പേർപ്പിൾ, പല പല കളേഴ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കളേഴ്സ് ചെയ്യുക. റിസോഴ്സിന്റെ അകത്ത് ഉള്ള എല്ലാത്തിനും കണ്ടോ, റിസോഴ്സ് എന്ന് പറഞ്ഞ ടാഗ് ഉണ്ടായിരിക്കും കേട്ടോ. സ്റ്റാർട്ടിങ് എൻഡിങ് ടാഗ് റിസോഴ്സസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിലാണ് ഓരോന്നും വരുന്നത്. സ്ട്രിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്ട്രിങ് നെയിം, ഒരു സ്ട്രിങ്ങേ ഉള്ളൂ. ആപ്പ് നെയിം, മൈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സ്ട്രിങ് ആപ്പ് നെയിം എന്നുള്ള വാല്യൂവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മെയിൻ ആപ്പിലുള്ള എല്ലാ കമ്പോണൻസും കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേഡിൽ സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, 2 തരം സ്ക്രിപ്റ്റ് ഉണ്ട്. ടോപ്പ് ലെവൽ സ്ക്രിപ്റ്റും മൊഡ്യൂൾ ലെവൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ കാണാം. ഈ രണ്ടെണ്ണമാണ് അത്. Build.gradle പ്രോജക്റ്റ് മൈ ആപ്ലിക്കേഷൻ എന്ന് കാണുന്നില്ലേ, ഇതാണ് ടോപ്പ് ലെവൽ ഗ്രേഡിൽ എന്ന് പറയുന്നത്. എല്ലാ കമ്പോണൻസിനും ഒരുപോലെ അപ്ലൈ ചെയ്യുന്നതാണ് അത്. ആൻഡ് അതിന് താഴെ മൊഡ്യൂൾ മൈ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഇത് മൊഡ്യൂൾ ലെവൽ ഗ്രേഡിലാണ്. ഇപ്പോൾ ടോപ്പ് ലെവൽ ഗ്രേഡിൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഗ്രേഡിൻ്റെ അകത്തുള്ള കമ്പോണൻസ് വരുന്നത്. ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും, നമ്മളുടെ ഈ ഗ്രേഡിൻ്റെ വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെയാണ് ഗ്രേഡിൽ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. ആൻഡ് ഇതാണ് മൊഡ്യൂൾ ലെവൽ. നമ്മളുടെ SDKയുടെ വേർഷൻ, മിനിമം SDK വേർഷൻ, SDKയുടെ കമ്പൈൽഡ് SDKയുടെ വേർഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. കണ്ടോ, അപ്പം ജസ്റ്റ് എല്ലാം ഒന്ന് ഫെമിലറൈസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇതെല്ലാതും കാണിച്ചു തരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ. ഇനി നമുക്കിപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കാം. ആൻഡ് നമ്മൾ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ റൺ ചെയ്യണമെങ്കിൽ നേരെ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ പ്ലേ ബട്ടനെ പറ്റി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൺ ആപ്പ് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണ് ഞെക്കി, ഇവിടെ ഉണ്ട് റൺ ബട്ടൺ ഉണ്ട്, റൺ കൊടുക്കാം. ആൻഡ് റൺ ആപ്പ് കൊടുക്കാം. ആപ്പ് റൺ ആക്കണമെങ്കിൽ നമ്മുടെ അടുത്ത് AVD, ഞാൻ ഓൾറെഡി ഒരു എമുലേറ്റർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ എമുലേറ്റർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ എമുലേറ്റർ ഓപ്പൺ ആയിട്ട് അതിൽ ഈ പ്രോജക്റ്റ് റൺ ആവുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളുടെ എമുലേറ്റർ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് വരിക. ലൈക്ക് ഒരു ഫോണിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതുപോലെയാണ് ഫോണിൻ്റെ കോൺഫിഗറേഷൻ പോലെ തന്നെയായിട്ടാണ് വരിക. ഇനി ഈ ഒരു ഫോണിലോട്ട് നമ്മളുടെ ആപ്പ് ലോഡായിട്ട് വരണം. അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ, അത് ലോഡായിട്ട് വരാനായിട്ട്. ഓക്കെ. സോ ഇതാണ് നമ്മളുടെ എമുലേറ്റർ. ഇതിലാണ് ഔട്ട്പുട്ട്. കണ്ടോ, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ്
ഈ ഒരു ഹലോ വേൾഡ് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് വ്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെയാണ് എമുലേറ്ററിൽ റൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ആൻഡ്രോയിഡിൻ്റെ പ്രോജക്റ്റ് ഫയൽ ആൻഡ്രോയിഡിൻ്റെ ഫയൽ സ്ട്രക്ചർ, then ഒരു സിമ്പിൾ ആൻഡ്രോയിഡ് പ്രോഗ്രാം. Hope the concept is clear. Thank you.